രണ്ട് കൈ കൊണ്ട് ബലത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് അടിക്കണം. ഒരു പ്ലെയിൻ ഷീറ്റിനെ ഈ ലെവലിൽ ഒട്ടിച്ചെടുത്തു. ഇനി ഇത് മടക്കി എടുക്കണം. ക്രീസിങ് കറക്റ്റായിട്ട് വന്നെങ്കിൽ ഇതുപോലെ ബാഗിൻ്റെ മടക്കുകൾ കറക്റ്റായിട്ട് വരും. ഇത് സ്വർണ്ണക്കടയ്ക്കുള്ള ബാഗാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു സംഭവം മിസ്സിംഗ് ഉള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ കറക്റ്റായിട്ട് ക്രീസിങ് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ ഈ പേപ്പറിൽ കറക്റ്റായിട്ട് 1.5. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു പണി പഠിച്ചു ബാഗ് ഉണ്ടാക്കാൻ. ഈ ബാഗിൽ 2 കിലോ വരെ തൂക്കാന്നാണ് ചേട്ടൻ പറയുന്നത്. ഇനി എല്ലാ ബാഗുകൾക്കും ഇവിടെ ടോപ്പ് ഉണ്ട്, ഈ ടോപ്പ് ഭാഗമുണ്ട്. ഇതെല്ലാം 1 ഇഞ്ചാണ് വരിക. ഇതാണ് ഇന്ത്യൻ പേപ്പർ, ക്രാഫ്റ്റ് പേപ്പർ. ഇതുപോലെ വില കുറഞ്ഞ പേപ്പറായി. ജ്വല്ലറിയോ കണ്ണടയോ ഫാൻസി കടയോ ടെക്സ്റ്റൈൽ ഷോപ്പോ ഏത് ഷോപ്പുകൾക്കും ഇത്തരത്തിലുള്ള എല്ലാ പേപ്പറുകളും നമുക്ക് ഇതുപോലെ ബാഗായി ചെയ്തു കൊടുക്കാൻ പറ്റും. ഗ്രീൻ മാംഗോ കസിൻസ് പാലക്കാട് ആലത്തൂരാണ്. ആലത്തൂർ GSA എക്സ്പോർട്സിലാണ്. എൻ്റെ കയ്യിൽ കണ്ടില്ലേ, ഫുൾ പേപ്പർ ബാഗാണ്. ഈ പേപ്പർ ബാഗുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ നിർമ്മാണം നമുക്കൊന്ന് കാണാം. കൂടെ അബൂ സാഹിബ് ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടനോട് നമുക്ക് ചോദിക്കാം ഈ പേപ്പർ ബാഗൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എത്ര സ്പീഡിൽ അതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് ചോദിക്കാം. അപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് പേപ്പർ ബാഗിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് നമ്മളൊരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഷീറ്റ് അവൈലബിൾ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ വലിയ ഷീറ്റുകൾ നമുക്ക് കളർഫുള്ളായിട്ടോ ഗ്രേ കളർ, അതാണ് ഇതുപോലെ ഡാർക്ക് കളർ പേപ്പറുകളോ ലൈറ്റ് കളർ പേപ്പറുകളോ അതുപോലെ ക്രാഫ്റ്റ് പേപ്പറോ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. അപ്പോൾ പശയ്ക്ക് വേണ്ടി നമുക്ക് 1 ഇഞ്ച് ഇവിടെ ഫസ്റ്റ് ഒരു വര, ആദ്യമേ ഒരു വര വരയ്ക്കണം. എല്ലാ ബാഗുകൾക്കും നമുക്ക് ഗമ്മിങ്ങിന് ഫസ്റ്റ് വരയാണ് ഇവിടെ വര വരയ്ക്കുക. എന്നതിന് ശേഷം ഈ പേപ്പറിൽ ഇവിടം ഈ അടുത്ത നെക്സ്റ്റ് ഭാഗം 1 ഇഞ്ച് സൈഡ് അളവാണ് ഇടുക. അപ്പോൾ ഒരു ബാഗിൻ്റെ ഏകദേശം ഒരു 1 ഇഞ്ച് സൈഡ് അളവ് ഇപ്പുറത്ത് വരും. ഇതേ തന്നെ ഈ തലക്കും ഈ ഭാഗത്തും ഒരു 1 ഇഞ്ച് തന്നെ അളവ് വരും. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് ഗമ്മ് പശയ്ക്ക്, ഇവിടെ ഒരു സൈഡ് അളവ് 1, ഇവിടെ മറുതലയ്ക്ക് ഒരു 1 സൈഡ്. ഇത് പേപ്പർ ബാഗിൻ്റെ 2 സൈഡുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടിഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഇഞ്ച് ആണെങ്കിൽ ഇവിടെ 2 ഇഞ്ച് വരും. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നു. സ്കെയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ഒരു 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക, ക്രോസ് ആയിട്ട് ഒരു വര വരയ്ക്കുക. ഇതിന് ശേഷം ഇതിൻ്റെ എല്ലാ ബാഗുകളുടെയും ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1 ഇഞ്ചാണ് അതിൻ്റെ മടക്ക് വരിക. അപ്പോൾ ഈ സ്കെയിൽ തന്നെ ഇവിടെ വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഇവിടെ 1 ഇഞ്ച് മടക്കാം. ഇനി എല്ലാ ബാഗുകൾക്കും ഇവിടെ ടോപ്പ് ഉണ്ട്, ഈ ടോപ്പ് ഭാഗമുണ്ട്. ഇതെല്ലാം 1 ഇഞ്ചാണ് വരിക. അത് നമ്മുടെ ഈ സ്കെയിൽ തന്നെ ഉപയോഗിച്ചിട്ട് ഇവിടെ 1 ഇഞ്ച് മടക്കി വരയ്ക്കാം. ഇതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു ബേസ് അളവ്. ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 1. ഇത് ജ്വല്ലറി എന്ന് പറയുന്നു. സ്വർണ്ണക്കടയ്ക്കുള്ള ഒരു ബാഗിൻ്റെ അളവാണ് ജ്വല്ലറി. ഈ ക്യാരി ബാഗുകൾക്ക് എങ്ങനെ സൈസ്? പല സൈസ് ഉണ്ട്. അതായത് ഇതിപ്പോൾ 1.5 ചെയ്തിരിക്കുന്നത്, ഇത് 2 ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 അടിഭാഗം 4 വരും. ഇത് ടെക്സ്റ്റൈൽ ബാഗ് ആണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി വലിപ്പമുള്ളതാണെങ്കിൽ ഇതുപോലെ ഇവിടെ 2.5, ഇവിടെ 2.5, ഇവിടെ 5, ഇവിടെ 2.5, ഇവിടെ 1 മാറിക്കൊണ്ടേയിരിക്കും. ഇതിന് പറയുന്നത് ഡൈ, ഓരോ ഡൈ ഉണ്ടാക്കി വെക്കലാണ് ആദ്യത്തെ പരിപാടി. ഇതിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ 1.5 അളവുകളിലോട്ട് ഈ ഡൈ ഉണ്ടാക്കി ബ്ലേഡുകൾ ഒരേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. 1.5, 1 ഇഞ്ച്. ഇപ്പോൾ ഡൈ ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഇത് റെഡി ആണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗവും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ എന്താ, അപ്പോൾ അടുത്ത ബ്ലേഡുകൾ ഓപ്പോസിറ്റ് നമുക്ക് കൈയോടെ ഇപ്പം തന്നെ ചെയ്യാൻ പറ്റും. ഗ്രീൻ ഇതിൽ ഓണാക്കി കഴിഞ്ഞാൽ സംഭവത്തിൽ കറങ്ങാൻ തുടങ്ങും. ഇതുണ്ടോ, കറങ്ങാൻ തുടങ്ങി. ഇതിന് തന്നെ സ്പീഡ് കൺട്രോൾ ഉണ്ട്. നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. ജ്വല്ലറിക്ക് വേണ്ടി നമ്മളൊരു പേപ്പർ റെഡിയാക്കി വെച്ചു. ഇതുപോലെ ക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പ്ലെയിൻ പേപ്പറാണ്. ഇതിൽ കറക്റ്റായിട്ട് ക്രീസിങ് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ ഈ പേപ്പറിൽ കറക്റ്റായിട്ട് 1.5 എന്നുള്ള ക്രീസിങ് കറക്റ്റായി വന്നു. ഇത് 1 സൈഡ് ക്രീസിങ് കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ഇതുപോലെ ക്രീസ് ചെയ്തതിന് ശേഷം എല്ലാ പേപ്പറിലും ഇവിടെ എത്ര എണ്ണം വേണം, 100, 200 എത്ര വേണമെങ്കിൽ വെക്കാം. പേപ്പറിൻ്റെ അവൈലബിലിറ്റി നോക്കി ടേബിൾ സ്പേസ് നോക്കി വെക്കുക. ഇതുപോലെ അടുക്കി എത്ര വേണമെങ്കിൽ വെക്കാം. ഇനി 2 സൈഡാണ് ക്രീസ് ചെയ്യണമെങ്കിൽ സെയിം മെത്തേഡ് നമ്മളിവിടെ രണ്ടാമതൊരു പേപ്പർ എടുക്കുന്നു. സെയിം ഈ അളഞ്ഞു വെച്ച രണ്ടാമത്തെ ഭാഗം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കുക. സെയിം ഇവിടെ സെറ്റ് ചെയ്ത പോലെ ഇവിടെയും ബ്ലേഡുകൾ സെറ്റ് ചെയ്യുക. ഈ പേപ്പറിനെ രണ്ടാമത് ഇതുപോലെ തിരിച്ച് ഓപ്പോസിറ്റ് ഇതുപോലെ വിടണം. ഇതുപോലെ ഒരേപോലെ ക്രീസിങ് കറക്റ്റായി വന്നു എന്നർത്ഥം. കണ്ടില്ലേ, മടക്ക്. അതായത് ഇത് മടക്കാൻ ഉള്ള അളവുകൾ നമുക്ക് കിട്ടി. സിമ്പിളായിട്ട് ഇങ്ങനെ മടക്കിയാൽ കയ്യിൽ മടങ്ങി വരും. കണ്ടോ, ഇത് എല്ലാ ബാഗുകൾക്കും ക്രീസിങ് കറക്റ്റായിട്ട് വന്നെങ്കിൽ ഇതുപോലെ ബാഗിൻ്റെ മടക്കുകൾ കറക്റ്റായിട്ട് വരും. അടിഭാഗവും മേൽഭാഗവും ഒക്കെ ഒരേപോലെ വരും. ഇത് നല്ല തിക്കുള്ള പേപ്പറാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഫോൾഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്തത്. അതായത് ഇതിലൊരു ലൈൻ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, ഇതൊന്ന് മടങ്ങി കിട്ടും. അപ്പോൾ മടക്കാനുള്ള ഒരു വരയാണ് ചില ക്രീസിംഗ് ഉദ്ദേശിച്ചത്. നമുക്ക് അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ, ഒരു മടക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് മടക്കി ബാക്കിയുള്ള പ്രോസസ്സ് നമുക്ക് കാണാം.
ഇതിപ്പോൾ ഇട്ടിരിക്കുന്നത് ജ്വല്ലറിക്ക് 200 GSM ആണ്, അതായത് നല്ല തിക്നെസ് പേപ്പറുകളാണ്. പക്ഷേ 200 അല്ല, നമുക്ക് 100 GSM, 150 GSM, 200, 300 വരെ GSM ഉണ്ട്. ഇത് പറയുന്നത് ഇമ്പോർട്ടഡ് പേപ്പർ എന്നാണ് പറയാം, കാരണം വിദേശത്ത് നിന്ന് വരുന്ന പേപ്പറുകളാണത്. ഇതാണ് ഇന്ത്യൻ പേപ്പർ, ക്രാഫ്റ്റ് പേപ്പർ. ഇതുപോലെ വില കുറഞ്ഞ പേപ്പറായിരിക്കും. പക്ഷേ നാട്ടിൽ നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇതുപോലത്തെ ബ്രൗൺ കളർ പേപ്പറാണ്, വില കുറഞ്ഞത്. പക്ഷേ വില കൂടിയ പേപ്പറുകളാണ് ഇതെല്ലാം. ഇതും നമ്മുടെ മാർക്കറ്റിൽ പോവും. ജ്വല്ലറി അങ്ങനെ സ്റ്റാൻഡേർഡായ ഗിഫ്റ്റ് ഷോപ്പുകൾക്കൊക്കെ ഇത്തരം പേപ്പർ ബാഗാണ് ആവശ്യം. മുമ്പത്തെ സ്റ്റേജിൽ ഈ മടക്കിടുന്നത് കണ്ടു. ഇനി നമ്മളിതിൽ ഗമ്മ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ആ സ്റ്റേജൊക്കെ നമുക്ക് കാണാം. ഗമ്മിങ് മെഷീനാണ്. ഇതാണ് നാനോ ഗമ്മിങ് മെഷീൻ. ഇത് ഒരു നാനോ ടൈപ്പ് ടേബിൾ ടോപ്പാണ്. ഇതുപോലെ ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൽ പശ തേച്ച് പിടിപ്പിക്കണം. ഇത് സാധാരണ എല്ലാവരും കൈ കൊണ്ടാണ് തേക്കുക. അത് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട്, പിന്നെ സമയമധികം, പിന്നെ ഗമ്മ് വേസ്റ്റേജ് വരും. പക്ഷേ ഇതുപോലെയുള്ള ഗമ്മ് നമ്മൾ ഷോപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഉപയോഗിക്കേണ്ട പർട്ടിക്കുലർ ക്വാളിറ്റിയുള്ള ഗമ്മാണ് ഇത്. ബുൾബോണ്ട് ഇതുപോലെ വില കുറഞ്ഞതുണ്ട്, വില കൂടിയതുമുണ്ട്. ഈ ഗമ്മ് ഇങ്ങനെ കയറി വരണം. ഇതുപോലെ പേപ്പർ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുക. അപ്പോൾ കടത്തി വിടുമ്പോൾ ഇതിലോട്ട് ഗമ്മ് കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റായി വരും. വന്നതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ കൈകൊണ്ട് തന്നെ നമ്മൾ ഈ പേപ്പർ നിവർത്തുക, ഒട്ടിക്കാം. ഇതുപോലെ എല്ലാ പേപ്പറും നമുക്ക് 1 സെക്കൻഡ് കൊണ്ട് ഇതുപോലെ ഇട്ടിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്ലെയിൻ ഷീറ്റിനെ ഈ ലെവലിൽ ഒട്ടിച്ചെടുത്തു. ഇനി ഇത് മടക്കി എടുക്കണം. കുറേ മടക്കുകളുണ്ട്. അപ്പോൾ ചേട്ടൻ വളരെ സ്പീഡിലാണ് അത് ചെയ്ത്, അതൊക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് ക്രീസ് ചെയ്യുന്ന ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം, അതിൻ്റെ ഫോൾഡിങ് മടക്ക്, സെക്കൻഡ് ലാസ്റ്റ് വൺ ടോപ്പ്. ഇതാണ് കയ്യിൽ ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ജസ്റ്റ് കൈ ഉള്ളിലോട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഫോൾഡിങ്. ഈ ഭാഗം കറക്റ്റായിട്ട് മടക്കി നമ്മുടെ കയ്യിലോട്ട് ഇതുപോലെ ഫോൾഡിങ് ആയിട്ട് വരും. ചെയ്തതിന് ശേഷം കൈ കൊണ്ട് ബോട്ടം 1, 2 ഇതുപോലെ ബോട്ടം ചെയ്തിട്ട് വി കട്ട്. ഇതാണ് അവസാന സ്റ്റേജ്. ഈ വി കട്ട് വിരൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ മടങ്ങി വരും. കൈ കൊണ്ട് ഉള്ളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വി കട്ട് എന്ന ഓപ്ഷൻ വന്നു. സെയിം ഇത് തന്നെ നെക്സ്റ്റ് ഭാഗം നന്നായി വിടർത്തി കൊടുക്കുക. കൈ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. 2 ഭാഗവും കറക്റ്റായിട്ട് മടങ്ങി വന്നു. ഇനി കൈ കൊണ്ട് കറക്റ്റായിട്ട് പിടിച്ച് സെൻറ്റർ പൊസിഷൻ, ഈ കറക്റ്റ് സെൻറ്ററിലോട്ട് തന്നെ വെക്കണം. ഇതുപോലെ മടങ്ങി വരും. തിരിച്ച് സെയിം 2 വിരലുകൊണ്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. ഒന്ന് കഴിഞ്ഞ ശേഷം അവസാന സ്റ്റേജാണ് ഇത്, ബോട്ടം മടക്കൽ. സെയിം അവസാന സ്റ്റേജ് ബോട്ടം മടക്കി കഴിഞ്ഞു. ഫൈനൽ സ്റ്റേജ് ബാഗ് ബോട്ടം റെഡി. ഞാൻ ഒരെണ്ണം ചെയ്യിപ്പിക്കും, ചേട്ടൻ ഒരുപാടെണ്ണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൽ ഗമ്മ് മാത്രം ഒട്ടിക്കണം. അപ്പോൾ ആ സ്റ്റേജ് നമുക്കത് കാണാം. അത് ആ മെഷീനിൽ ഫ്രണ്ട് ഒട്ടിച്ച പോലെ തന്നെ ഒട്ടിക്കേണ്ടത്. ജസ്റ്റ് ഇതിനുള്ളിലൂടെ കട്ടി വിട്ടു, ജസ്റ്റ് ഗമ്മായി അതിനെ കറക്റ്റായിട്ട് ഇതുപോലെ ഒട്ടിക്കാം. ഇത് 2 മിനിറ്റ് ഉണങ്ങേണ്ട ആവശ്യമുള്ളൂ. പശയൊക്കെ തേച്ച് 2 മിനിറ്റ് സെറ്റ് ആയി വെച്ചപ്പോൾ പേപ്പർ ബാഗായി. ഇനി ഇതിൽ നമുക്ക് ഹാൻഡിൽ വെക്കണം, അതായത് പിടി. അപ്പോൾ പിടി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഫോൾഡിങ് സ്റ്റേജ് വരും. അത് നമുക്ക് കാണാം. ഫസ്റ്റ് 1, ഇവിടെ സെക്കൻഡ് 2, തേർഡ് 1 അങ്ങനെ മടക്കി. അപ്പോൾ 4 സൈഡും ഒരുപോലെ മടങ്ങി വന്ന് നിന്നിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കുക. ജസ്റ്റ് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ബാഗ് റെഡിയായി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഫോൾഡിങ് റെഡി എന്നർത്ഥം. ഇത് പേപ്പർ ബാഗ്, ജ്വല്ലറിക്ക് പറ്റിയ പേപ്പർ ബാഗ് ഈ മെത്തേഡാണ് ചെയ്യുക. ഇനി ഇതിന് ഉപയോഗിക്കേണ്ട ഹാൻഡിലാണ് ഇതുപോലെ പേപ്പർ ഹാൻഡിൽ. ഇതിൻ്റെ വൈറ്റ് പേപ്പറും ഉണ്ട്, ക്രാഫ്റ്റ് ടൈപ്പ് പേപ്പറും ഉണ്ട്. 2 ടൈപ്പ് പിടിയുണ്ട്. അതുണ്ട്. അതിനെ പറയുന്നത് ഐലറ്റ് എന്നാണ് പറയുന്നത്. ഇതാണ് ഐലറ്റ്. ഇതുപോലെ നമുക്ക് ഗോൾഡ്, സിൽവർ, അതുപോലെ ബ്ലാക്ക്, വൈറ്റ് ഒക്കെ ഇതുപോലെ ഐലറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പിടിപ്പിക്കാം. അതിന് പറ്റിയ മിഷനറിയാണ് ഇപ്പോൾ ഈ കാണുന്ന ഐലറ്റ് മിഷൻ. ഇതുപോലെ അടിച്ചതിന് ശേഷം ഇതുപോലെ കിലോയിൽ നമുക്ക് ടാഗുകൾ കിട്ടും. 12 കളർ അവൈലബിൾ ആണ്, റെഡ്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ്, ബ്ലാക്ക്. ഇതുപോലെ ഈ പേപ്പർ ബാഗിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫസ്റ്റ് സ്റ്റേജ് ഒരു കെട്ടുണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട് കടത്തി വിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ലോക്കായി. എന്നിട്ട് തിരിച്ച് വീണ്ടും ഇതിലൂടെ കയറ്റി ജസ്റ്റ് ഒന്ന് കൈ മടക്കി ഒന്ന് ഉള്ളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിൽ കെട്ട് വരും. 2 സൈഡും 2 ടാഗ് റെഡി. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു പണി പഠിച്ചു. ബാഗ് ഉണ്ടാക്കാൻ ഈ ബാഗിൽ 2 കിലോ വരെ തൂക്കാന്നാണ് ചേട്ടൻ പറയുന്നത്. ഇനി ഇത് കുറച്ച് ഭംഗിയാക്കാനുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ബാഗിൽ ഈ കോട്ടൺ ടാഗ് ചുമ്മാ ഇട്ടതാണ്. അപ്പോൾ ഇതിൽ ഈ ഐലറ്റ് പറഞ്ഞിട്ട് സംഭവം ഇട്ടാൽ കുറച്ച് ഭംഗി കൂടും. ഐലറ്റ് ഇട്ടു. ഇനി ചെയ്യേണ്ടത് ഈ ഐലറ്റിനെ കറക്റ്റായിട്ട് ഈ ഹോളിലോട്ട് നമ്മൾ കടത്തി വിടുകയാണ് ചെയ്യേണ്ടത്. പഞ്ചിങ്, പ്രസ്സിങ് ചെയ്താൽ കറക്റ്റായിട്ട് ഇത് വിടർത്തി ഇതുപോലെ വരും, പൂ പോലെ ഡിസൈൻ ആവും. അപ്പോൾ ഇത് വിരിഞ്ഞൊരു പൂവിൻ്റെ ഷേപ്പ് ആയിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊരു ഭംഗിയും കൂടും, അതേപോലെ ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും. ഇത് കീറിപ്പോയില്ല പെട്ടെന്ന്. ഐലറ്റ് ഉള്ളതും ഐലറ്റ് ഇല്ലാത്ത 2 ബാഗും ഞാൻ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഒട്ടിക്കുന്ന ഹാൻഡിൽ വയ്ക്കുന്ന ഒരു ബാഗ് ഉണ്ട്, അത് നമുക്ക് കാണാം.
അപ്പോൾ ഇതുപോലുള്ള ടാഗുകളാണ് നമുക്ക് പേപ്പർ ഹാൻഡിൽ എന്ന് പറയും. പേപ്പർ ഹാൻഡിൽ സിമ്പിളായിട്ട് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. ബാഗിൽ കറക്റ്റ് സെൻറ്റർ ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് വെക്കണം. എന്നിട്ട് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ ഒട്ടി ബാഗ് രണ്ട് സൈഡും പശയായി മാറിയിട്ടാണ്. നമ്മൾ ഈ ബാഗ് ഉണ്ടാക്കുമ്പോഴേ പറഞ്ഞിരുന്നു ഇത് സ്വർണ്ണക്കടയ്ക്കുള്ള ബാഗാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു സംഭവം മിസ്സിംഗ് ഉള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്തിട്ടുണ്ടാവും. അതെ, പേര്. അപ്പോൾ ഇതുപോലെ സ്വർണ്ണക്കടയിലെ പേരും ഫോട്ടോ ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. DTP സെൻറ്ററിൽ നിന്ന് ഡിസൈൻ ഇതുപോലെ ബട്ടർ ഷീറ്റിൽ ബ്ലാക്ക് കളറിൽ എടുത്തിട്ട് അതിനെ എക്സ്പോസിംഗ് എന്നൊരു സംഭവമുണ്ട്, സ്ക്രീനിലോട്ട് പകർത്തണം. ഇത് സ്ക്രീൻ ക്ലോത്താണ്, സ്ക്രീൻ മെഷ് എന്ന് പറയും. ഈ സ്ക്രീനിലാണ് നമ്മൾ ഈ അക്ഷരം പതിപ്പിക്കുന്നത്. ഈ പതിപ്പിച്ച അക്ഷരത്തെ നമ്മൾ ഇതിലോട്ട് ഏത് കളറിലോട്ടും പ്രിൻറ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ പ്രിൻറ്റ് ചെയ്യുകയാണ് ഇത് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് പ്ലെയിൻ പേപ്പറാണ്, വൈറ്റ് കളർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ ആൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചു. റെഡ് മഷിയാണ് ഞാൻ ഇതിലോട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇതുപോലെ 1/4 കിലോ 1/2 കിലോ 1 കിലോൻ്റെ മഷി നമുക്ക് ആൾറെഡി വാങ്ങിക്കാൻ കിട്ടും. 1 സ്പൂണോ 2 സ്പൂണോ ഇവിടെ നമ്മൾ മഷി ഇടാം. ഇതുപോലെ ഇട്ടു ഏത് സൈസ് വേണമെങ്കിലും അളവ് സെറ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ സ്ക്രീനെ താഴെ മേൽപോട്ടാക്കി ഈ സ്ക്യൂസർ വെച്ചിട്ട് രണ്ട് കൈ കൊണ്ട് ബലത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് അടിക്കണം. ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ക് താഴെ ഈ ഹോളിലൂടെ ഈ മഷി താഴെ ഇറങ്ങി കറക്റ്റായിട്ട് പ്രിൻ്റ് വന്നിട്ടുണ്ടാവും. ഇത് രണ്ടാം വട്ടവും പ്രിൻ്റ് അടിക്കാം. രണ്ടാമതും പ്രിൻ്റ് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ആയി. അപ്പോൾ ഈ അക്ഷരത്തിലൂടെ മഷി ഏത് കളർ റെഡ്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ് എല്ലാം ഇറങ്ങി വരും. അപ്പോൾ ഞാൻ പേപ്പർ ബാഗ് ചെയ്തു. പക്ഷേ എൻ്റെ ക്ലയൻറ്റിന് തുണി ആവശ്യമുണ്ട്. അപ്പോൾ തുണിക്കും ഞാൻ ഇതുപോലെ തുണി സെഞ്ചി ഇവിടെ വെച്ചു. സെയിം ഇതേ പ്രോസസ്സിങ് തുണിയിലോട്ട് വെച്ച് 2 തവണ നമ്മൾ കറക്റ്റായിട്ട് അടിക്കണം. നേരത്തെ 1 തവണ, പക്ഷെ തുണി സെഞ്ചിയിൽ 2 തവണ പ്രിൻറ്റിങ് ചെയ്യണം. കാരണം ഇങ്ക് നന്നായിട്ട് ഇതിലോട്ട് ഇറങ്ങണം. കറക്റ്റായിട്ട് തുണി സെഞ്ചിയിൽ വന്ന് നോക്കാം ഇതുപോലെ. അപ്പോൾ ബിഗ് ഷോപ്പറിലാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോകണം. ബിഗ് ഷോപ്പർ ഇതുപോലെ സാധാരണ പ്ലെയിൻ പേപ്പർ ബാഗ് വെച്ച പോലെ വെച്ചു. 1 വട്ടം അടിച്ചു. പക്ഷേ തുണിയായത് കാരണം ഞാൻ 2 വട്ടം പ്രിൻറ്റ് ചെയ്യണം. വീണ്ടും ഞാൻ അടിച്ചു. ഇനി വന്നിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വന്നിട്ടുണ്ട്. ക്ലിയർ. തുണിയിലും നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റി. കോട്ടൺ തുണിയിലും പ്രിൻറ്റ് ചെയ്യുക, സ്ക്രീൻ പ്രിൻറ്റിങ്. സാധാരണ ബിഗ് ഷോപ്പറിലും ചെയ്യുക. ഇതേ തന്നെ ഞാൻ പേപ്പർ ബാഗിലും ചെയ്തിട്ടുണ്ട്. 3 പ്രിൻറ്റിങ്ങിനും ഒരേ പ്രോസസ്സിങ്. അപ്പോൾ നമുക്ക് ഇനി സൂപ്പർ മാർക്കറ്റിലുള്ള ബാഗുകൾ ഇങ്ങനെ കട്ട് ബാഗുകളുണ്ട്. ക്ലോത്ത് ബാഗിലും കിട്ടും, നോൺ വോവൻ കിട്ടും, പേപ്പർ ബാഗിലും കിട്ടും. ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഇപ്പോൾ ഇതുപോലുള്ള കട്ട് ചെയ്ത ബാഗിനെ ഞാൻ സെയിം പ്രോസസ്സിങ് തന്നെയാണ് ഇങ്ങനെ വെച്ചു. ഇതുപോലെ 2 വട്ടം ഞാൻ ഇതിലോട്ട് പ്രിൻറ്റിങ് ചെയ്യുന്നു. 1 2 3. കാരണം നോൺ വോവൻ ആയതുകൊണ്ടാണ് ചെയ്ത് ഇതുപോലെ പ്രിൻറ്റിങ് വരും. കറക്റ്റായിട്ട് വരും. ഇത് എന്തുകൊണ്ടാണ് നോൺ വോവൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചാൽ ഇത് 50 മൈക്രോണിൻ്റെ മേലെയാണ് പ്ലാസ്റ്റിക് അലോഡ് ചെയ്ത ബാഗ് തന്നെയാണിത്. അപ്പോൾ എൻ്റെ ബാഗിൽ എന്താ പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വലിയ സൈസായിരുന്നു, അതിനെ ചെറിയ സൈസിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. വരുന്ന നോക്കാൻ വേണ്ടി പ്രിൻറ്റ് ചെയ്തതാണ്. സംഭവം സെറ്റായിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടത് പേപ്പർ ബാഗിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ് കണ്ടത്. ബാഗ് എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് മനസ്സിലായി. പക്ഷേ ഇതിനനുസരിച്ച് മെറ്റീരിയലാണ് നമുക്കിപ്പോൾ ആവശ്യം. എല്ലാവർക്കും അതാണ് മെയിൻ പ്രശ്നം. മെറ്റീരിയൽ ഇവിടെ കിട്ടും. മെറ്റീരിയൽ എന്താണ് വാങ്ങിക്കേണ്ടത്? അതിന് ഇങ്ങനത്തെ പേപ്പർ റോളുകൾ നമുക്കിവിടെ അവൈലബിൾ ഉണ്ട്. ഇത് ഏത് ഹൈറ്റിനും സൈസിനും കളറിനും ഡിഫറെൻറ്റ് ഷേപ്പ് ഓഫ് പേപ്പറുകൾ റോളായിട്ട് കിട്ടും. പക്ഷേ ചിലവർക്കൊരു പ്രയാസമുണ്ട്, ഇത് കട്ട് ചെയ്ത് കിട്ടണ്ടേ. യെസ്, ഞങ്ങൾ തന്നെ ഇവിടെ എന്ത് ചെയ്യും, പല സൈസ് ഓഫ് ബാഗിനനുസരിച്ച് പേപ്പറുകളെല്ലാം കട്ട് ചെയ്തിട്ട് തന്നെ നമുക്കിവിടെ മാർക്കറ്റിലുണ്ട്. അത് ഞങ്ങൾ തന്നെ ഇവിടെ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. പ്ലസ് ഓരോ GSM വ്യത്യാസമുണ്ട്. ക്രാഫ്റ്റ് ഉണ്ട്, സെം പ്ലസ് പേപ്പർ വൈറ്റ് ഇമ്പോർട്ടഡ് ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്. പ്ലസ് ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതും കൂടിയതും എല്ലാം ഇവിടെ ഡ്യൂപ്ലെക്സ് ബോർഡ് പേപ്പറും ഉണ്ട്. നമ്മൾ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നുണ്ടോ, തുണിൻ്റെ ബാഗ് ഉണ്ടാക്കുന്നുണ്ടോ? അപ്പോൾ ഈ പ്രോസസ്സ് വളരെ രസമുള്ള പ്രോസസ്സായിരുന്നു. ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഈ ഒരു പേപ്പർ ബാഗ് എനിക്ക് എത്രയ്ക്ക് തരാൻ പറ്റും? ഒരു ബാഗ് 1 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ന്യൂസ് പേപ്പറിൽ മാത്രം. ഇന്ന് എല്ലാവരും വീടുകളിൽ ന്യൂസ് പേപ്പറിൽ കൈകൊണ്ട് ചെയ്യാൻ പറ്റും. അതും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മിഷനറിയിലാണെങ്കിൽ 1000 ബാഗ് വരെ ചെയ്യാം. ഈ പേപ്പർ ബാഗ് ഇതിപ്പോൾ ജ്വല്ലറി പർപ്പസാണ്. ഇത് 10 രൂപയ്ക്കാണ് നമ്മൾ പേപ്പർ ബാഗ് കൊടുക്കുന്നത്. ഈ മെഷീൻസ് ഫുള്ള് സെറ്റ് ചെയ്ത് തരാണെങ്കിൽ എത്ര ചാർജസ് വരും? നമുക്ക് മെഷീൻ്റെ യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് 50,000 മുതലുണ്ട്, 25,000 മുതലുണ്ട്, 75,000 മുതലുണ്ട്, 1 ലക്ഷം രൂപയുണ്ട്, 3 ലക്ഷം വരെയുണ്ട്, 5 ലക്ഷം വരെയുണ്ട്. അപ്പോൾ ചേട്ടൻ പറയുന്നത് ഇത് ഫുള്ളും ചേട്ടൻ വന്ന് വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരും. അതിനുള്ള ട്രെയിനിങ് ക്ലാസ് അതുപോലെ എല്ലാ സർവീസും ചെയ്തു തരും. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഇതുപോലെ പേപ്പർ ബാഗ് വേണ്ടവരും ജസ്റ്റ് ഒന്ന് നമ്പർ നമ്മൾ താഴെ കൊടുക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.